എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധിയെ തരണം ചെയ്ത് 10ാം ക്ലാസ്സിൽ ഫുൾ A+ സ്വന്തമാക്കിയിരിക്കുകയാണ് അഭിനവ്. നമുക്ക് നോക്കാം പാതി വഴിയിൽ പഠനം നിർത്തി പിന്നീട് പൂർവാധികം കരുത്തോടെ തിരിച്ചു വന്ന അഭിനവിന്റെ അതിജീവനത്തിന്റെ കഥ. ഇതൊരു അതിജീവനത്തിൽ നിന്നുള്ള സന്തോഷത്തിന്റെയും അഭിമാന നിമിഷത്തിന്റെയും കാഴ്ചയാണ്. 10ാം ക്ലാസ്സിൽ മുഴുവൻ A+ വാങ്ങി കഴിവ് തെളിയിച്ച ഒരു വിദ്യാർത്ഥിക്കപ്പുറം ജീവിതത്തിന്റെ വലിയൊരു പരീക്ഷണ ഘട്ടത്തെ മറികടന്ന് മികച്ച വിജയം കയ്യെത്തിപ്പിടിച്ച കൊപ്പം സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അഭിനവ്. കൊപ്പം മണ്ണേങ്കോട് സ്വദേശി കളത്തിൽ പുത്തൻ വീട്ടിൽ സുനിൽ കുമാറിന്റെയും അശ്വതിയുടെയും രണ്ടാമത്തെ മകനാണ് അഭിനവ്. കുട്ടിക്കാലം മുതലേ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന അഭിനവ് മികച്ച ഒരു ക്രിക്കറ്റ് താരം കൂടിയാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ക്രിക്കറ്റ് മത്സരത്തിൽ പങ്കെടുക്കാനായി കണ്ണൂരിൽ പോയി വന്നതിനെ തുടർന്നാണ് നിർത്താതെയുള്ള ഛർദിയും കടുത്ത തലവേദനയും മൂലം അഭിനവിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ആദ്യം ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞ് ഡോക്ടർമാർ നിസ്സാരവൽക്കരിച്ചെങ്കിലും വിട്ടുമാറാത്ത തലവേദന അഭിനവിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ നിന്നുള്ള വിദഗ്ധ പരിശോധനയിലാണ് അഭിനവിന്റെ തലച്ചോറിൽ കൊളോയിഡ് സിസ്റ്റാണെന്ന് മനസ്സിലായത്. തലച്ചോറിനകത്ത് ജെൽ രൂപത്തിലുള്ള ഒരു കുമിള. അത് ചലിക്കുന്നതായതുകൊണ്ട് തന്നെ ദേഹം പതിവിൽ കൂടുതലായി ഇളകിയപ്പോൾ ഞരമ്പുകളിൽ തട്ടിയുണ്ടായ റിയാക്ഷനായിരുന്നു ഛർദിയായും തലവേദനയായും അഭിനവിൽ കാണിച്ചു തുടങ്ങിയത്. ഉടനെ സർജറി ചെയ്ത് ആ സിസ്റ്റിനെ തലച്ചോറിൽ നിന്ന് നീക്കം ചെയ്തു. ഇൻഫെക്ഷൻ വരാതിരിക്കാൻ സർജറി ചെയ്ത ഭാഗത്തെ തലയോട്ടി തിരിച്ചു വെക്കാൻ മാസങ്ങളുടെ താമസമുണ്ടായിരുന്നു. പക്ഷെ അവിടെയും വിധി അഭിനവിനെ വിടാതെ പിന്തുടർന്നു. സർജറി ചെയ്ത ഭാഗത്ത് ഫ്ലൂയിഡ് വളരുകയും അഭിനവിന് വീണ്ടും തലവേദന വരാൻ കാരണമാവുകയും ചെയ്തു. തുടർന്നുള്ള പരിശോധനയിൽ അഭിനവിന്റെ തലച്ചോറിനകത്ത് വീണ്ടും ഒരു സിസ്റ്റ് ഡോക്ടർമാർ കണ്ടെത്തി. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്തുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് അഭിനവിനെ മാറ്റി. അവിടെ നിന്ന് വീണ്ടും ഒരു സർജറിയിലൂടെ തലച്ചോറിൽ ബാക്കി നിന്നിരുന്ന സിസ്റ്റ് കൂടി നീക്കം ചെയ്ത് അഭിനവ് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പക്ഷേ ഓർമ്മക്കുറവ് അഭിനവിനെ സാരമായി ബാധിച്ചു. അസുഖത്തെ തുടർന്നുണ്ടായ ചികിത്സാ കാലയളവിൽ നിർത്തിവെച്ച പഠനം തുടർന്നോളാൻ അഭിനവിനോട് ഡോക്ടർ നിർദ്ദേശിച്ചെങ്കിലും ഓർമ്മക്കുറവ് മൂലം നല്ലൊരു വിജയ ശതമാനം അഭിനവ് പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിൽ വിധി മറ്റൊന്നായിരുന്നു. കൂട്ടുകാരും അധ്യാപകരും ചേർത്തുപിടിച്ച് അഭിനവിനെ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. ജീവിതത്തിലെ വലിയൊരു പ്രതിസന്ധി ഘട്ടത്തെ മറികടന്ന് 9ാം ക്ലാസ്സിൽ പഠനം നിർത്തി 10ാം ക്ലാസ്സിലേക്ക് തിരിച്ചെത്തിയ അഭിനവ് തന്റെ പരിമിതികളെ മറികടന്ന് ഫുൾ A+ കൂടി മിന്നും വിജയം കരസ്ഥമാക്കി. ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതത്തിലെ വലിയൊരു പരീക്ഷണഘട്ടമായ അസുഖത്തെ തരണം ചെയ്ത് ജീവിതത്തിന്റെ ആദ്യപടിയായ SSLC എക്സാമിൽ ഫുൾ A+ വാങ്ങി കൊപ്പം സ്കൂളിന്റെയും മണ്ണേങ്കോട് പ്രദേശത്തിന്റെയും അതിലുപരി ഈ വീട്ടുകാരുടെയും സന്തോഷം അഭിമാനവുമായി മാറിയ അഭിനവിന്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവരെല്ലാവരും ഒത്തിരി സന്തോഷത്തിലാണ്. എന്താണ് അഭിനവിന് ഈ വേളയിൽ പറയാനുള്ളത്? ആരാണ് ഈ ഒരു വിജയത്തിൽ ഏറ്റവും കൂടുതൽ കൂടെ നിന്നത്? എല്ലാവരും, സ്കൂളിലെ ടീച്ചർമാരും ക്ലാസ് ടീച്ചറും ട്യൂഷനിലെ ടീച്ചർമാരും ഫ്രണ്ട്സും പിന്നെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം. നല്ല സന്തോഷം. അഭിനവിനേക്കാൾ കൂടുതൽ അമ്മയ്ക്കാണെന്ന് തോന്നുന്നു പറയാനുള്ളത്. അമ്മ പറഞ്ഞു. എന്താ പറയുക, വിശ്വസിക്കാൻ പറ്റാത്ത സംഭവമാണ്. അവന് ഫുൾ A+ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. കാരണം അവന് എന്താ ക്ലാസ് പകുതി തൊട്ടിട്ട് പോയത്, പിന്നെ പഠിക്കണത് ഓർമ്മ കിട്ടണില്ല. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോഴേ പറഞ്ഞു, അമ്മ ഫുൾ A+ ഒന്നും പ്രതീക്ഷിക്കേണ്ട കേട്ടോ, 8A+, 6A+, അങ്ങനെ പറഞ്ഞ ആൾ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കി ഫുൾ A+ എന്ന് പറയുമ്പം അപ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ, അത് ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം തന്നെയാണ്. അത് എല്ലാവരും ദൈവത്തിനോടും എല്ലാവരോടും നന്ദി പറയുന്നു. അച്ഛമ്മയ്ക്ക് സന്തോഷത്തിൽ എന്തെങ്കിലും പറയാനുണ്ടോ? നല്ല സന്തോഷമാണ്. ഇനിയും ജയിച്ചെന്ന് പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടായി ജയിച്ചു എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത്രയും ഇടങ്ങറാ അവൻ്റെ കാര്യം. നല്ല സന്തോഷം തന്നെ. സന്തോഷം കൊണ്ട് ഇന്നലെ തന്നെ അത് കേട്ടപ്പോൾ ഇങ്ങോട്ട് ഓടി വന്നതാ. അഭിനയന്റെ ഏട്ടൻ ഹരിനാഥ് ഇവിടെ ഉണ്ട്. എന്ത് പറയുന്നു? ഒന്നും പറയാനില്ല. ഇവൻ ഇങ്ങനെ ഓരോന്ന് ഓർമ്മയില്ല, പഠിക്കാൻ പറ്റണില്ല, അങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ എടാ ഈ പറ്റണ പോലെ മതി, ഉള്ളത് മതി, കൂടുതൽ ഇതായിട്ട് എടുക്കുന്നത് വേണ്ട, 10 കഴിഞ്ഞാലും ബാക്കിയുണ്ടല്ലോ അങ്ങനെ പറയായിരുന്നു. ഇത്ര കിട്ടിയാലും സന്തോഷം, അതല്ലാതെ ഒന്നുമില്ല. ചെക്കാടിപൊളി.
ഈ വിജയത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നമ്മുടെ കൂടെ. അഭിനവിന്റെ അച്ഛനാണ്. അച്ഛൻ എന്ത് പറയുന്നു? എനിക്ക് മതിയായ സന്തോഷമുണ്ട്, മതിമറന്ന സന്തോഷം. ഞാൻ കേട്ടപ്പോൾ തന്നെ ഉള്ളത് അങ്ങേറ്റം ബോധരഹിതനായി. അത്രയും ഇതായിട്ട് ഞങ്ങൾ അവന് അസുഖമായതിൻ്റെ ശേഷം തന്നെ വളരെയധികം വിഷമത്തോടുകൂടി ഇരിക്കുകയായിരുന്നു. അതിന് കൃത്യമായിട്ട് സ്കൂളിൽ പോകാൻ കഴിഞ്ഞില്ല. എന്നാലും ഞങ്ങളുടെ പ്രോത്സാഹനം മാഷന്മാരുടെയും ടീച്ചർമാരുടെയും അവൻ്റെ സുഹൃത്തുക്കളുടെയും പ്രത്യേകിച്ച് ഈ മണ്ണേക്കൂടുള്ള നാട്ടുകാരുടെയും വളരെയധികം എല്ലാവരോടും ഞങ്ങൾക്ക് സന്തോഷം. അവൻ ജയിച്ചതിൽ ദൈവത്തോട് പ്രത്യേകം നന്ദി പറയണം. ചെറിയമ്മ കൂടി ഈ വേളയിൽ എന്ത് പറയുന്നു? വളരെ സന്തോഷമുണ്ട്. കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൻ പറഞ്ഞിരുന്നത് 8+ ഉണ്ടാവുമെന്നാണ്. സന്തോഷം. എന്താണ് ഇനി ഭാവി പ്ലാനുകൾ? ഉപരിപഠനത്തെ കുറിച്ചൊക്കെ എന്ത് പറയുന്നു? ഇനി +1 കമ്പ്യൂട്ടർ സയൻസ് എടുക്കണം. ഇന്നിപ്പോൾ അലോട്ട്മെൻ്റൊക്കെ കൊടുക്കണം. മെയ് 16 തൊട്ട് തുടങ്ങുന്ന വാർത്തയിൽ കണ്ടായിരുന്നു. കൊടുക്കണം. ഏട്ടൻ പട്ടാമ്പി സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ ഇനി പട്ടാമ്പി ജനത സ്കൂൾ ഇപ്പോൾ കൊപ്പത്തും കൊടുക്കണം. അവിടെ BHS ഉണ്ട്, കൊടുക്കണം. അപ്പൊ ഏട്ടനെയാണ് അഭിനവ് റോൾ മോഡലായിട്ട് പറയുന്നത്. എന്തായാലും അഭിനവിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്നും ഇനിയും ഇതുപോലെയുള്ള പ്രതിസന്ധികൾ വരാതിരിക്കട്ടെ, അതിനെല്ലാം തരണം ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നീള 24 ലൈവും ഈ ഒരു വേളയിൽ ഇവരുടെ സന്തോഷത്തിനൊപ്പം പങ്കുചേരുകയാണ്. നന്ദി.